ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് സ്കിൻ വൈറ്റനിങ്ങിനും അതുപോലെ തന്നെ ഡാർക്ക് സ്പോട്ട്സ് മാറാനും പറ്റിയ അടിപൊളി ഒരു ഹോം റെമഡിയാണ്. ആക്ച്വലി നിങ്ങൾ കുറേ ഹോം റെമഡീസ് ട്രൈ ചെയ്തിട്ടുണ്ട്, ഒന്നും അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എന്ത് ചെയ്തിട്ടും നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം മാറുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ഫേസ് പാക്ക് നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇതൊരു ക്രീം കം ഫേസ് പാക്ക് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ്. ഡെയിലി നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കും. സ്കിൻ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആകുന്നതായിട്ടും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ഡാർക്ക് സ്പോട്ട്സ് ഉണ്ടല്ലോ അതൊക്കെ മാറുന്നതായിട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. യൂസ് ചെയ്യേണ്ടതെന്നും പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും ഒക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. സോ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കണ്ടു നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ. ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതിന് മുന്നേ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്, നമ്മുടെ സ്കിൻ പ്രോബ്ലം എന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് ഒരു സൈഡ് മാത്രം പിഗ്മെൻറ്റേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങൾ ഈ ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. ഡാർക്ക് സ്പോട്ട്സ് ആണെന്നുണ്ടെങ്കിൽ വളരെ തിക്കായിട്ട് നല്ല രീതിയിൽ എടുത്ത് കാണിക്കുന്ന ഡാർക്ക് സ്പോട്ട്സ് ആണ്, അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ മാത്രം നിങ്ങളിതൊന്ന് വെച്ചു കൊടുക്കുക. അതല്ല, നിങ്ങൾക്ക് സ്കിൻ കോംപ്ലക്ഷൻ ഫുള്ളായിട്ട് ഇമ്പ്രൂവ് ആവണം, അവിടെയായിട്ട് അൺഈവൻ ആയിട്ടുള്ള സ്കിൻ ടോൺ ഉണ്ട്, അതൊക്കെ മാറ്റണം. ഫേസ് പാക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് നോക്കാം. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ക്ലീൻ ബൗൾ എടുക്കാം. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് അലോവേര ജെല്ലാണ്. 2 പമ്പ് അലോവേര ജെൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കടയിൽ നിന്ന് വാങ്ങുന്ന അലോവേര ജെല്ലിന് പകരമായിട്ട് നമുക്ക് വീട്ടിൽ കിട്ടുന്ന അലോവേരയുടെ ജ്യൂസ് ഉണ്ടല്ലോ അതും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇതിലോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് കസ്തൂരി മഞ്ഞളിൻ്റെ പൊടിയാണ്. അത് ഒരു പിഞ്ച് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മൾ ഫേസിലോട്ട് അപ്ലൈ ചെയ്യണം. ഒരൊറ്റ നേരം ഒരു ദിവസം അപ്ലൈ ചെയ്താൽ മതി. കാര്യം കുറച്ച് കോൺസെൻട്രേഷനിലാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് നന്നായിട്ട് മിക്സ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് റോസ് വാട്ടർ ഇതിനോടൊപ്പം ആഡ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ വെള്ളം വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അലോവേര ലീഫിൽ നിന്ന് കിട്ടുന്ന ജെല്ലാണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ലിക്വിഡി ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനോട്ട് വേറൊന്നും ആഡ് ചെയ്യേണ്ടി വരത്തില്ല. നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്ന അലോവേര ജെല്ലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ തിക്കായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്യുന്ന സമയത്ത് എല്ലായിടത്തും അപ്ലൈ ചെയ്യാനായിട്ട് ഒരുപാട് സംഭവം ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് കുറേ ക്വാണ്ടിറ്റി പ്രോഡക്റ്റ് എടുത്ത് മിക്സ് ചെയ്യാതെ നമുക്ക് കുറച്ച് 2-3 ഡ്രോപ്പ് റോസ് വാട്ടർ അല്ലെങ്കിൽ സാധാരണ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. എന്നാൽ നമുക്കിത് അപ്ലൈ ചെയ്യാനായിട്ട് നല്ല എളുപ്പമായിരിക്കും. സ്കിൻ ഫുള്ളായിട്ട് നമുക്കിത് സ്പ്രെഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും. ഈ ഒരു ഫേസ് പാക്ക് ഒരു ക്രീം പോലെ ആയിട്ടുണ്ട്. ഞാനിപ്പോൾ മിക്സ് ചെയ്തപ്പോൾ ഒരു ക്രീമായിട്ടും ഒരു ഗോൾഡൻ ക്രീം അല്ലെങ്കിൽ ടേമറിക് ക്രീമായിട്ടും യൂസ് ചെയ്യാം, ഫേസ് പാക്ക് ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങളുടെ സ്കിൻ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നിങ്ങൾക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് എന്തെങ്കിലും അലർജി ഉണ്ട്, മഞ്ഞൾ യൂസ് ചെയ്യുമ്പോൾ അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാവുന്നതാണ്. വേറെ കുറേ ഹോം റെമഡീസ് നമ്മുടെ ചാനലിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട്, അതിലേത് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം ചെറിയ ലൂക്ക് വാം വാട്ടറിൽ, ചെറിയൊരു ചൂടുവെള്ളത്തിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ സ്കിൻ ഗ്ലോ ആവാനും, ഒത്തിരി ചൂടുള്ള വെള്ളമല്ല, ചെറുതായിട്ട് തണുപ്പല്ലാത്ത വെള്ളം അത്രയും മതി, ചെറിയ ലൂക്ക് വാം വാട്ടറിൽ നമ്മൾ ഫേസ് വാഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു അലോവേര ജെല്ലിൻ്റെ ആ ഒരു സംഭവങ്ങളൊക്കെ പോയിട്ട് നല്ല രീതിയിൽ സ്കിൻ ക്ലീൻ ആവാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ നമുക്ക് സാധാരണ മോയ്സ്ചറൈസർ ഏതെങ്കിലും അപ്ലൈ ചെയ്തിട്ട് കിടന്നുറങ്ങാവുന്നതാണ്. നൈറ്റ് ടൈമിലാണ് ചെയ്യേണ്ടത്, രാവിലെ നിങ്ങളിത് ചെയ്യേണ്ട കാര്യമില്ല. രാത്രി നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇനി നിങ്ങൾ നിങ്ങളിത് സ്പോട്ട് ട്രീറ്റ്മെൻ്റ് ആയിട്ട് അവിടെ മാത്രമാണ് വെച്ച് കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഫേസ് നന്നായിട്ട് നമ്മുടെ ലൂക്ക് വാം വാട്ടർ യൂസ് ചെയ്ത് വാഷ് ചെയ്യാവുന്നതാണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഇത് അപ്ലൈ ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നിങ്ങൾ വെയിറ്റ് ചെയ്യണം. 10 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിത് വാഷ് ചെയ്യാവുന്നതാണ്. കൂടുതൽ സമയം വെച്ചിരിക്കേണ്ട കാര്യമില്ല, വെറും 10 മിനിറ്റ് മാത്രം വെച്ചിട്ട് നമുക്കിത് വാഷ് ചെയ്യാം. സോ ഒരു യെല്ലോ ടിൻറ്റ് ഉള്ളതുപോലെ നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫേസ് വാഷ് അല്ലെങ്കിൽ സോപ്പ് യൂസ് ചെയ്തിട്ട് നന്നായിട്ട് മുഖം ക്ലീൻ ചെയ്യുക. അപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ ചെറിയൊരു ലൂക്ക് വാം വാട്ടറിൽ ചെയ്യുന്നതാണ് നല്ലത്. അവരെ എണീറ്റ് കുളിക്കുകയൊക്കെ ചെയ്യുകയാണ്, മുഖമൊക്കെ നന്നായിട്ട് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ആ ഒരു യെല്ലോ ടിൻറ്റ് എല്ലാം പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പുറത്ത് പോകുന്ന സമയത്ത് ഒരു എഫക്റ്റ് ഒന്നും ഉണ്ടാവത്തില്ല. സോ നല്ല രീതിയിൽ വർക്ക് ആവുന്ന പാക്കാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇത്ര നേരം നിങ്ങൾ കണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യുക. അടുത്ത ഒരു അടിപൊളി വീഡിയോയിൽ കാണാം. ടാറ്റാ ബൈ.